ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് പരത്തി എടുക്കുന്നത് തന്നെയായിരിക്കും. ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരണമെങ്കിലും നമ്മൾ പരത്തുന്ന രീതി ശരിയായിരിക്കണം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ ചപ്പാത്തിക്ക് വേണ്ടിയുള്ള മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മാവ് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റൂ. ഈ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. പിന്നെ വേണമെങ്കിൽ ഈ പലകയിൽ വെച്ചിട്ട് കൂടി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി ഇത് പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. പരത്തുന്ന സമയത്ത് പലകയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി പലകയിലും കുറച്ച് പൊടിയാക്കി കൊടുക്കാം. ഇനി ആദ്യം ഇതുപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. പൊടി ആവശ്യമായിട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി പരത്തുന്ന സമയത്ത് നമ്മൾ ഈ ചപ്പാത്തി പരത്തുന്ന വടിയില്ലേ, അതിൻ്റെ ഇടത് ഭാഗത്ത് ചെറുതായിട്ടൊരു പ്രഷർ കൊടുത്തിട്ട് സൈഡിലേക്ക് പരത്തി കൊടുക്കുക. ഈ കാണുന്ന പോലെ സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പരത്തി കൊടുക്കുക. അതും ചെറിയ പ്രഷർ മാത്രം കൊടുത്തിട്ട് പരത്തുക, ഒരുപാട് അമർത്തി പരത്താൻ പാടില്ല. നമ്മളിത് നടുഭാഗത്താണ് പരത്തുന്നതെങ്കിൽ അതിൻ്റെ നടുഭാഗം മാത്രം കട്ടി കുറഞ്ഞിട്ടും സൈഡൊക്കെ കട്ടി കൂടിയിട്ടും ഇരിക്കും. അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ പൊങ്ങിക്കിട്ടൂല. സൈഡിലൂടെ പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് സൈഡിലൂടെ പരത്തണമെന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കനം കുറച്ച് പരത്താനും പാടില്ല. അങ്ങനെ വന്നാലും ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി കിട്ടൂല. കുറച്ചൊരു കട്ടിയോടുകൂടി തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പരത്തി കഴിഞ്ഞാൽ ഇതിലധികമുള്ള പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. പിന്നെ ചെറിയ ചപ്പാത്തി ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ പരത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. എല്ലാ ഭാഗത്തും ഒരേപോലെ പരത്തിയെടുക്കുമ്പോഴാണല്ലോ നമുക്കിത് ചുടുന്ന സമയത്ത് നല്ലതുപോലെ പൊങ്ങി വരുന്നത്. അതുകൊണ്ട് ചെറുതാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പരത്താൻ വേണ്ടി. ആദ്യമായിട്ടൊക്കെ പരത്തുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഇടത് ഭാഗത്ത് ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് സൈഡിലേക്ക് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ വളരെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചപ്പാത്തി പരത്തിയെടുക്കാൻ കഴിയും. ചപ്പാത്തി പരത്തുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ പ്രാക്ടീസിലൂടെ നമുക്കത് ശരിയാക്കിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുത്തു കഴിഞ്ഞാൽ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ചപ്പാത്തി പൊങ്ങി കിട്ടുകയും ചെയ്യും.
ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.